ആയിട്ടാണ് വന്നിരിക്കുന്നത്. HCFന്റെ LCM എന്നും പറഞ്ഞ് നമ്മൾ കുറെ നാളായിട്ട് പഠിക്കുകയാണ്. ഇതിന്റെ 3ാമത്തെ എപ്പിസോഡാണിത്. പക്ഷെ എന്നിട്ടും ഇതിന്റെ പേര് HCF LCM ആയിട്ട് നമ്മൾ ഇതുവരെ അത് തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ HCFും പഠിപ്പിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ടൈം കിട്ടുകയാണെങ്കിൽ LCM പഠിപ്പിക്കുള്ളൂ. പകരം HCF ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 15/30. ഇതെങ്ങനെ ചെയ്യണം നിങ്ങൾ ഇപ്പോൾ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ ഇപ്രാവശ്യം ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ് എന്നാണ് നമ്മളിപ്പോൾ പറയുന്ന ഇപ്പൊ ചെയ്യാൻ പോകുന്ന HCFന്റെ ഇതിന്റെ പേര്. ഇത് നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ഫാക്ടേഴ്സും ആ നമ്പറിന്റെ എഴുതും. ഏറ്റവും ഹയസ്റ്റ് ഫാക്ടർ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടറിനെ ഇവിടെ കയറ്റി എഴുതും. HCFന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. LCM എന്ന് പറയുന്നത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഇത്രയും പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. ആദ്യം 15 നോക്കൂ. ഇപ്പൊ നമുക്ക് 3 വിധം കാര്യങ്ങളിൽ HCF കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യത്തെ വിധമാണ് ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ്. അതാണ് ഏറ്റവും സിമ്പിള്, പക്ഷെ അത് കുറെ ടൈം എടുക്കും. പക്ഷെ അടുത്തതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ് പഠിക്കട്ടെ, എന്നാലേ മറ്റേതിന്റെ ഒക്കെ ബേസ് കിട്ടത്തുള്ളൂ. ഓക്കെ, 15ന്റെ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് 15. ഫാക്ടേഴ്സ് ഓഫ് 15. 15ന്റെ ഫാക്ടേഴ്സ് എഴുതണം. 1 15ന്റെ ഫാക്ടർ ആണ്. 2 ആണോ? 2ന്റെ ടേബിളിൽ 15 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 3 15ന്റെ ഫാക്ടർ ആണ്. 5 15ന്റെ ഫാക്ടർ ആണ്. 15 15ന്റെ ഫാക്ടർ ആണ്. ഇത് പിന്നെ ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇത്രയാണ് 15ന്റെ ഫാക്ടർ. അടുത്തത് ഫാക്ടേഴ്സ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ഫാക്ടേഴ്സ് ഓഫ് 30. 30ന്റെ ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ എഴുതണം. അപ്പം ഫസ്റ്റ് 1 13ന്റെ ഫാക്ടർ ആണ്. 2 13ന്റെ ഫാക്ടർ ആണ്. 3 13ന്റെ ഫാക്ടർ ആണ്. 4 അല്ല, 5 ആണ്. 6 ആണ്. 7 ഇല്ല. 8 ഇല്ല. 9 ഇല്ല. 10 ഉണ്ട്. അല്ല, 9 ഉണ്ടോ? 9 ഇല്ല. 10 ഉണ്ട്. പിന്നെ 10 കഴിഞ്ഞാൽ 11 ഇല്ല. 12 ഇല്ല. 13 ഇല്ല. പിന്നെ 15 ഉണ്ട്. 15 കഴിഞ്ഞാൽ 30. ഇത്രയും ഫാക്ടേഴ്സ് ആണ് 30ക്കുള്ളത്. ഇത് കുറച്ച് നേരം എടുക്കും കണ്ടുപിടിക്കാൻ. കോമൺ ഫാക്ടർ. ഇനി നമുക്ക് ഇത് കോമൺ ഫാക്ടർ എടുത്തെഴുതണം. ഫാക്ടേഴ്സ് എടുത്തെഴുതണം. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് HCFന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറിൽ ഇതാണ് നമ്മൾ നോക്കുന്നത്. ഫാക്ടേഴ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഹയസ്റ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇപ്പൊ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കോമൺ ഫാക്ടേഴ്സ് 1 കോമൺ ആണ്. 3 കോമൺ ആണ്. 5 കോമൺ ആണ്. 15 കോമൺ ആണ്. അപ്പൊ 1ഉം 3ഉം 5ഉം ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ്. അപ്പൊ ഈ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതും ഫസ്റ്റ് മെത്തേഡില്. എന്നിട്ട് പിന്നെ HCF എന്ന് ഇട്ടിട്ട് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഇതിൽ ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? 15. അപ്പൊ 15 ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പം ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനും അത്യാവശ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ തരാൻ പോകുന്നത്. 3 ഇത്തിരി സിമ്പിളാണ്. അപ്പം 30യും 16. 30ന്റെയും 16ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ നോക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. ഫാക്ടേഴ്സ് ഓഫ്
30. നമ്മൾ നേരത്തെ 30ന്റെ ഫാക്ടേഴ്സ് നോക്കിയതാണ്. 1, 2, 3, 4 ഇല്ല, 5, 6, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10, 15, 30. ഇത്രയാണ് 30ന്റെ ഫാക്ടേഴ്സ്. ഇനി ഫാക്ടേഴ്സ് ഓഫ് ഇവിടെ എസ് ഇടാൻ മറന്നുപോയി. ഫാക്ടേഴ്സ് ഓഫ് 60. ഫാക്ടേഴ്സ് ഓഫ് 60 എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ടോ? 4 ഉണ്ടോ നോക്കാം. നമുക്ക് 4 ഉണ്ടോ നോക്കണമെങ്കിൽ 4 × 20. നമുക്ക് ഇങ്ങനെ ഡൗട്ട് വരികയാണെങ്കിൽ 4 ഇങ്ങനെ നമുക്ക് തോന്നുന്ന നമ്പർ വെച്ച് നോക്കാം. അപ്പോൾ 4 × 20 60 ആണ്. അപ്പോൾ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഉണ്ട്, പിന്നെ 10 ഉണ്ട്, 11 ഇല്ല, 12 ഉണ്ട്. 12 നമുക്ക് നോക്കി നോക്കാം. 12 എനിക്ക് ഇത്തിരി ഡൗട്ട് ഉണ്ട്. 12 ഇൻറ്റു എത്രയായിട്ട് 60? 12 × 5 എത്രയാണ്? 5 എന്താണ്? 5 2s are 10. 0 ഇവിടെ 1 കണ്ടോ? അപ്പോൾ 12 ഉണ്ട്, 15 ഉണ്ട്, ഇത് കുറേ ഉണ്ട്. 15 ഉണ്ട്, 15 കഴിഞ്ഞാൽ 16 ഇല്ല, 17 ഇല്ല, 18 ഇല്ല, 19 ഇല്ല, 20 ഇല്ല. 20 ഉണ്ട്. 20 × 4 ആണ് 60. 20 ഉണ്ട്, 21 ഇല്ല, 22 ഇല്ല, 23 ഇല്ല, 24 ഇല്ല, 25 ഇല്ല, പിന്നെ 30 ഉള്ളൂ. അങ്ങനെ പോകുമ്പോൾ പിന്നെ ലാസ്റ്റ് ആയിട്ടൊരു നമ്പർ ഉണ്ട്, അത് 60 ആണ്. ഇത്രയും വലിയൊരു ഇതൊക്കെ എഴുതി. ഇനി അതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഇവിടെ HCF ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സിനെ കണ്ടുപിടിച്ച് ഇനി കോമൺ ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കണം. 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 3 കോമൺ ആണ്, 4 കോമൺ അല്ല, 5 കോമൺ ആണ്, 6 കോമൺ ആണ്, 10 കോമൺ ആണ്, 30 12 ഇല്ല, പിന്നെ 15 കോമൺ ആണ്, 30 കോമൺ ആണ്. ഇത്രയും കോമൺ ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇതിൽ കിട്ടിയത്. ഇനി അതിൻ്റെ HCF എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഏതാണ് ഹയസ്റ്റ് എന്നും കൂടെ നോക്കിയാൽ മതി. HCF ഈസ് ഈക്വൽ ടു ഹയസ്റ്റ് ഏതാ? 30 ആണ് ഹയസ്റ്റ്. അപ്പം ഈ കാണുന്ന HCFന്റെ LCMന്റെ നമ്മളിത് HCFന്റെ ഫസ്റ്റ് മെത്തേഡ് പഠിച്ചു. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 30 ആണ്. ഇത്രയും സ്റ്റെപ്സ് ചെയ്യണം. അതാണ് ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവർക്കും തോന്നുന്നത്. പക്ഷെ ഈസിയാണ്. പക്ഷെ ഇത് ടൈം ടേക്കിംഗ് ആയിക്കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ക്ലാസ്സിൽ. അപ്പം ആ ക്ലാസ് വരെ നമുക്ക് ഇത്ര മതി. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ കാണിച്ചു തരാം ഒരു കാര്യം. പിന്നെ ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം. ഇത് ചെയ്താൽ കൊള്ളാം, ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ചെയ്തില്ലെങ്കിലും ആർക്കും കുഴപ്പമില്ല. ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, അത്രയേ ഉള്ളൂ. ഞാൻ 45ഉം എന്താണ് 70യും ചുമ്മാ ചെയ്തു നോക്കുക. അല്ല വേണ്ട, ഞാൻ തരുന്നില്ല. എന്താണ് 45ഉം 70യും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും. ഇപ്പം ഞാൻ തന്ന എന്താണ് 30യും 60യും ഞാൻ എങ്ങനെയാ 30യും 60യും ഞാൻ എങ്ങനെയാ ചെയ്തതെന്നും പിന്നെ 15ഉം 30യും എങ്ങനെയാ ചെയ്തതെന്നും നിങ്ങൾ നല്ല പോലെ ഒരു ബുക്കിൽ എഴുതി വെക്കണം. എന്നിട്ട് അതൊരു 2-3 വട്ടം നോക്കി എല്ലാ നമ്പേഴ്സും കറക്റ്റായിട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കണം. എന്നിട്ട് ഈ കാണുന്ന 2 ക്വസ്റ്റ്യനും നല്ല പോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് HCF കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാണുന്ന പ്രൈമല്ല ഫാക്ടേഴ്സിനെ ലിസ്റ്റിംഗ് ദ ഫാക്ടേഴ്സ് വെച്ചിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. കുറച്ച് മിനിറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.